ചെറിയ ആൺകുട്ടികൾ, അതായത് നവജാത ശിശുക്കൾ മുതലുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലിംഗോദ്ധാരണം സംഭവിക്കുന്നുണ്ട്. ഇത് ലിംഗോദ്ധാരണമാണ് എന്ന് അറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ പോലും ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നതാണ് സത്യം. അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ കുഞ്ഞിനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത്, എപ്പോൾ വേണമെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഉദാഹരണം കാണാവുന്നതാണ്. എന്നാൽ ലൈംഗികപരമായിട്ടുള്ള ഫാന്റസികൾ രൂപപ്പെടുന്നത് ശരിക്കും കൗമാര കാലഘട്ടത്തിലാണ്. അമിത ഭയം അതല്ലെങ്കിൽ ഉത്കണ്ഠ മൂലവും ആൺകുട്ടികളിൽ ഉദ്ധാരണം നടക്കാറുണ്ട്. ചിലപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഉദ്ധാരണം സംഭവിക്കാറുണ്ട്. അങ്ങനെ ക്ലാസ് റൂമിൽ വെച്ച് ശകാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വടികൊണ്ട് ഒരു അടി കിട്ടുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഉദ്ധാരണം ലഭിക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഉദ്ധാരണം ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗികപരമായ നല്ല രീതിയിൽ ഒരു ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ പങ്കാളി വഴക്ക് പറയേണ്ടതായിട്ടൊരു ആവശ്യമുണ്ടാവും. ചിലപ്പോൾ ഒരു വടിയെടുത്ത് അടി കൊടുത്തെങ്കിൽ മാത്രമായിരിക്കും അവർക്കൊരു ഉത്തേജനം ഉണ്ടാകത്തുള്ളൂ. കാരണം അവരുടെ മനസ്സും ശരീരവും ശീലിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. എനിക്ക് പേടി ഉണ്ടാവുമ്പോൾ, അതല്ലെങ്കിൽ ശകാരിക്കുമ്പോഴാണ് എനിക്ക് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടാവുന്നത് എന്നതാണ്. വഴക്ക് പറയുന്നതോ അടി കിട്ടുമ്പോഴോ ഉള്ള കാര്യം മാത്രമല്ല, ഇത്തരത്തിൽ ലൈംഗികപരമായ ഫാന്റസികളുള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ കൗമാരപ്രായത്തിൽ എന്ത് കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ എന്ത് അനുഭവപ്പെട്ടപ്പോഴാണ് ഇവർക്ക് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടായത്, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമായിരിക്കും ഇവർക്ക് ഭാവി ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ലഭിക്കത്തുള്ളൂ.